അച്ഛനൊന്ന് ഉണരാൻ വൈകി. ഒരു കാര്യം പറയാൻ കാത്തു നിൽക്കായിരുന്നു. ഞാൻ പോവാ. രാത്രി തന്നെ പോകാൻ ആലോചിച്ചതാ, ആരോടും പറയാതെ. പക്ഷേ നീ എങ്ങും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛനാ പറയുന്നേ. കവിരോണി, ഇതൊക്കെ അങ്ങ് അകത്ത് കൊണ്ടുവെക്ക്. ഇല്ല, എനിക്ക് പോണം. ഈ വീട് നിന്റെ കൂടെ അല്ലേ? മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവനോട് ഞാൻ എന്ത് പറയും? അവൻ ഇവിടല്ലേ ഉള്ളത്? മോളെങ്ങും പോവണ്ട. പോകുന്നവര് പോട്ടെ. ദാസിപ്പണിക്ക് വേറെ ആളെ കിട്ടും. എന്റെ മോളാ ഇവളല്ല ഇവിടുന്ന് പോകേണ്ടത്. നീയാ. ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. എവിടെയെങ്കിലും ഞാൻ തന്നെയാണ് പോകേണ്ടത്. ഈ ഏടത്തിയോട് ദേഷ്യം തോന്നരുത്. എനിക്ക് നീ അനിയനാ. മറ്റൊരു നിലയ്ക്ക് കാണാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ മരിച്ചൊരു കുഞ്ഞുണ്ട് എന്റെ ഉള്ളിൽ. അതിന് സ്നേഹമുള്ളൊരു ഇളയച്ചനായി നീ ഉണ്ടാവണം. നേരാണോ മോളെ? ദൈവത്തിന്റെ ഓരോ ഞാൻ പോട്ടെ അച്ഛാ. ഇനിയും പോകാനോ? ഇല്ല. കനകന്റെ കുഞ്ഞ് ഈ വീട്ടിൽ വളരും. ഇവിടെ ഞാൻ തീരുമാനിച്ചതാണ്. അതിന് മാറ്റമില്ല. എന്നെ തടയരുത്. നീ അവിടെ എങ്ങനെ കഴിയുമ്പോളെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലല്ലോ അച്ഛാ. പിന്നെ കുറെ ഓർമ്മകളും. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്നുള്ള ധൈര്യവും. ഏടത്തി, ഏടത്തിന്ന് വിളിച്ചല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്റെ അച്ഛനെ അടിക്കരുത് കേട്ടോ.